ഇന്ന് ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് ഈ സന്ധ്യയോടടുത്ത സമയത്ത് ഈ ദേവാലയത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് സഭയുടെ ശതാബ്ദി സമാപന ആരാധനയാകുന്നുവല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരുക്ക ശുശ്രൂഷയും അതോടൊപ്പം തന്നെ സ്ഥിരീകരണ ശുശ്രൂഷയുമാണ് ഇന്നത്തെ പ്രധാന ശുശ്രൂഷകൾ. 49 പേര് ഇന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ പ്രത്യേകമായി ഇന്നത്തെ ദിവസം സ്ഥിരീകരണത്തിനായിട്ട് വേണ്ടി മാത്രം വേർതിരിച്ച ശുശ്രൂഷ ക്രമീകരിച്ചതിൽ അതിന് ഞാൻ പ്രത്യേകമായി അച്ഛനും സഭയുടെ ചുമതലക്കാരായ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, കൗൺസിൽ മെമ്പർമാർ, കമ്മിറ്റി അംഗങ്ങളെല്ലാവർക്കും പ്രത്യേകമായുള്ള നന്ദി അറിയിക്കട്ടെ. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് സ്ഥിരീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മുഴുവൻ തന്നെ എന്ന് പറയാം. അതുകൊണ്ട് അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കേണ്ടതായിട്ടുണ്ട്, കേൾക്കേണ്ടതായിട്ടുണ്ട്, ആരാൻ സംബന്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതുള്ള സമയത്താണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ആളുകളും വരും. അപ്പോൾ അവർക്ക് നേരത്തെ പോകണമെന്ന് തോന്നും. അവർ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും അവർക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും. അങ്ങനെയൊന്നുമില്ലാതെ പ്രത്യേകമായി ഇന്ന് ഇങ്ങനെ സമയം വേർതിരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, സാധാരണ ഒരു കമ്മ്യൂണിയൻ സർവീസ് എനിക്ക് തോന്നുന്നു 2 മണിക്കൂറാണെന്ന് തോന്നുന്നു ഇവിടെ, അല്ലേ? 2 മണിക്കൂർ കാണുമോ? അതോ അതിൽ കൂടി പോകും? 2 മണിക്കൂർ കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണ 2 ആരാധനയ്ക്കുള്ള കാരണം ചിലപ്പോൾ 2 മണിക്കൂർ തീരും. 2 മണിക്കൂർ കമ്മ്യൂണിയൻ സർവീസ് ആണെങ്കിൽ ഇത് കമ്മ്യൂണിയൻ സർവീസ് ഉള്ളൊരു ആരാധനയാണ്. പിന്നെ സ്ത്രീജനത്തിന് കുട്ടികളുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും പിന്നെ ഒരു 2 മണിക്കൂറും കൂടെ ന്യായമായിട്ട് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഒരു കൊച്ചിനോട് ചോദ്യം ചോദിക്കാനും തലേ കൈവച്ച് പ്രാർത്ഥിക്കാനും 1 മിനിറ്റ് എടുത്താലും എത്ര സമയം എടുക്കും? 50 മിനിറ്റ് എടുക്കും, അല്ലേ? പിന്നെ അവരിവിടെ നിന്ന് നടന്നു വരാനും പോകാനും. ഇപ്പം ഞാൻ നോക്കിയതിൽ വളരെ സാവധാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാർ വരുന്നതും പോകുന്നതും. അതുകൊണ്ട് അത്രയും കൂടെ സമയം 1 മിനിറ്റ് എന്നുള്ളത് 2 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ അത് തന്നെ 1.5 മണിക്കൂർ പോകും. ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു പ്രസംഗം, പിന്നെ ഒരു പരിശോധന, ഇതെല്ലാം കൂടെ ആകുമ്പോൾ എങ്ങനെയാണെങ്കിലും 5 മണിക്കൂർ ഉള്ള ശുശ്രൂഷയാണ്, അല്ലേ? 5 മണിക്കൂർ പോയാൽ പോകും എന്ന് കരുതിയാണ് വൈകുന്നേരം 7 മണി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് 6 മണിയാക്കി, പിന്നെ 5 മണിയാക്കി, പിന്നെ 4 മണിയാക്കി എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം വൈകുന്നേരം ആരാധന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിൽ പോയതിന് ശേഷം നാളെ രാവിലെ 7:30-ക്കാണ്, അത് 8:30 എന്നുള്ളത് 7:30-ക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ വരണമല്ലോ എന്നൊക്കെ വിരിച്ച് വളരെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇതിനു വേണ്ടി തയ്യാറായി വന്നിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. 3:30-ക്ക് പതാക ഉയർത്തണം എന്ന് പറഞ്ഞിരുന്നു, പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു 3:30-ക്ക് നിങ്ങൾ പതാക ഉയർത്തിക്കോ എന്ന് പറഞ്ഞു. ഇന്നലെ അത് കാര്യം പറഞ്ഞിട്ടാണ് പോയത്. അതിനെ പറഞ്ഞു തിരുമേനി വരുന്ന കാരണം തിരുമേനി വന്നിട്ട് ഉയർത്താം എന്ന് പറഞ്ഞു. അതിന് നിങ്ങൾ കാത്തിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളോടെല്ലാവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയും. ഇന്ന് നമ്മുടെ ദിവസമാണ്, അല്ലേ? ഇതിനകത്ത് കുട്ടികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രായമുള്ളവരാരും പേടിക്കുകയൊന്നും വേണ്ട. സാധാരണ ഇങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ കുട്ടികൾ എന്നുള്ള പദമാണ് എളുപ്പമെന്ന് വരുന്നത് കേട്ടോ. മൈക്കിൻ്റെ ബോക്സിൻ്റെ അടുത്ത് അത് കുറച്ചുകൂടി ഇങ്ങോട്ടൊന്ന് മാറിയിരുന്നവനെ. അതെ കാണാൻ വേണ്ടി പോകാം. ഓക്കെ, നിങ്ങളാണ് വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി വന്നിരിക്കുന്നത്? ഞാൻ മലയാളം പറയുന്നതാണ് എനിക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. നിങ്ങൾ ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും മലയാളം അറിയത്തില്ലാത്ത ചെയ്തോളുക. അറിയത്തില്ലാത്തൊരു കാണത്തില്ല, എന്നാലും പറയുവാണ്. എന്തിനാണ് വന്നിരിക്കുന്നത്? സ്ഥിരീകരണം, ദൃഢപ്പെടുത്തൽ, അല്ലേ? ദൃഢപ്പെടുത്തൽ അല്ലെങ്കിൽ സ്ഥിരീകരണം അല്ലെങ്കിൽ കൺഫർമേഷൻ പറയും, അല്ലേ? അപ്പോൾ എന്താണ് സ്ഥിരീകരിക്കുന്നത്, എന്താണ് ദൃഢപ്പെടുത്തുന്നത്, എന്താണ് കൺഫേം ചെയ്യുന്നത്, അല്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പ്രിയപ്പെട്ട അച്ഛനിലൂടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം പറയണം. അതുകൊണ്ട് ഒരു വലിയ പ്രസംഗമായിട്ടോ അങ്ങനെയൊന്നും ആരും എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. അതുകൊണ്ട് കുട്ടികൾക്ക് പഠിച്ച കാര്യങ്ങളൊന്നുകൂടെ ഓർക്കാനും ഉറപ്പ് വരുത്താനും, നിങ്ങൾ ഇത് സ്ഥിരീകരണം കഴിഞ്ഞവർ ആ കാര്യങ്ങൾ നിങ്ങൾ എന്താ അന്ന് പറഞ്ഞതെന്ന് ഓർക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ കൂട്ടു ഉത്തരവാദിത്വമാണിത്. അതിനെക്കുറിച്ചൊക്കെയും പൊതുവായിട്ട് കേൾക്കാനായിട്ടും അവസരം നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് സ്ഥിരീകരണത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന 49 കുട്ടികളെയും കാൻഡിഡേറ്റിനെയും നിങ്ങളെ പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ഒരു വാക്യം നിങ്ങൾ ഇന്ന് കാണാതെ പഠിക്കണം. വളരെ ചെറിയൊരു വാക്യമാണ്. വാക്യം ഇതാണ്. ആദ്യം റെഫറൻസ് പഠിക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യമാണ്. ഇന്ന് സുവിശേഷമായിട്ട് വായിച്ച ഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-15. ഒന്നുകൂടെ വായിച്ചേ. ഓക്കെ, മലയാളത്തിലൊന്ന് വായിക്കാമോ? ഓക്കെ, സ്ഥിരീകരണ കുട്ടികൾ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇപ്പോൾ തൽക്കാലം മലയാളം എന്ത് ചെയ്യുക, അങ്ങ് പഠിക്കാതെ സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇത് യേശു പറഞ്ഞ വാക്യമാണ് അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ചോദ്യം ഇതാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? വേറെ എല്ലാവരോടും പൊതുവായിട്ടുള്ള ചോദ്യം അല്ലേ. നിങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ കുട്ടികളോട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ചോദിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. കൊയറുകാർക്കും നിങ്ങളോട് ചോദിക്കുമ്പോൾ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. കുട്ടികൾ 49 പേരോടാണ് ചോദ്യം. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കൈപ്പൊക്കാം. ഓക്കെ, എല്ലാവരും കൈവയ്ക്കോ? ഓക്കെ, ഏതാ തെറ്റ്? അപ്പം ദൈവത്തെ സ്നേഹിക്കുന്ന എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? ഒന്നുകൂടെ ആരെങ്കിലും ഉറക്കെ പറഞ്ഞേ. ദൈവത്തെ സ്നേഹിക്കുന്നത് എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അടുത്ത ചോദ്യം ഇതാണ്, ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പറ, പെൺകുട്ടികൾ പറഞ്ഞു. കൽപ്പനകൾ കാക്കണം അല്ലേ? കൽപ്പന കാക്കണേ എന്ത് ചെയ്യണം? കൽപ്പന കാക്കണേ എന്ത് ചെയ്യണം? വേഗം പറയാം, സമയം പോകും. ഇല്ല 4 മണിക്കൂർ എന്നുള്ള 5 മണിക്കൂറായി പോകും. പറഞ്ഞേ. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ കൽപ്പന പ്രമാണിക്കണം എന്ത് ചെയ്യണം എന്നാ ചോദ്യം. അതാ, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പന പ്രമാണിക്കണം എന്ത് ചെയ്യണം? ഓക്കെ, അവിടെയാണ് ചെറിയൊരു വ്യത്യാസം. നമ്മൾ അത്രയും വരെ എന്ത് ചെയ്താൽ പലപ്പോഴും പോകാറുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളോട് ഒന്നുകൂടെ ഒന്ന് വായിച്ച് തിരിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ കൽപ്പനകൾ പ്രമാണിക്കണം എന്ന് അതിൻ്റെ അകത്തൊരു സംഗതി കിടപ്പുണ്ട്. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകൾ പ്രമാണിക്കണം. കൽപ്പനകൾ പ്രമാണിക്കണമെങ്കിൽ കൽപ്പനകൾ ഏതാണെന്ന് പഠിച്ചിരിക്കും. മനസ്സിലായോ? കൽപ്പന ഏതാണെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യത്തില്ല, കൽപ്പന അനുസരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ വ്യത്യാസം? ഓക്കെ, ഒരു വേദഭാഗം കൂടെ, ഈ വാക്യം നിങ്ങൾ മറന്നു പോകരുത്, അതെപ്പോഴും ഓർത്തിരിക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ, ഏതാനും വാക്യങ്ങളോട് ഞാൻ തന്നെ വായിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളാണ്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായ നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. ധാരാളം കാര്യങ്ങൾ അതിൻ്റെ അത് പറയുന്നുണ്ട്. ഒന്നുകൂടെ പറയട്ടെ, വായിക്കട്ടെ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവിടെയാണ് പറഞ്ഞിരിക്കുന്നതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു മശിഹ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. എൻ്റെ കൽപ്പനകൾ ഏതാണ്? ഇവിടെ ആവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 6-ാം വാക്യം മുതൽ പറഞ്ഞിരിക്കുന്നതാണ്. മോശ ഇസ്രായേൽ മക്കളോട് പറയുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കൽപ്പനകൾ, വചനങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കണം. അതനുസരിക്കണം, അതനുസരിച്ച് നടക്കണം, ചിന്തിക്കണം, ഇരിക്കണം, നടക്കണം.
നിന്റെ മക്കൾക്ക് നീ എന്ത് ചെയ്യണം? ഉപദേശിച്ചു കൊടുക്കണം. അവരുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഒരു കാരണവശാലും ഈ കൽപ്പനകൾ എന്ത് ചെയ്യരുത്? വിട്ടു നടക്കരുത്. ഈ കൽപ്പനകൾ അല്ലെങ്കിൽ വചനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുക തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട് അധ്യായങ്ങളിൽ. 5-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണ് അത്. ഓക്കെ, കൽപ്പനകൾ ഇന്ന് ബഹുമാനമുള്ള മാക്സിൻ ജോണച്ചൻ ആരാധന എടുത്തപ്പോൾ ആദ്യ ഭാഗത്ത് എന്ത് ചെയ്തു? 10 കൽപ്പനകൾ എന്ത് ചെയ്തു? വായിച്ചു അല്ലേ? 10 കൽപ്പനകളും വായിച്ചു. ഈ 10 കൽപ്പനകളാണ് ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് 6-ാം അധ്യായം 6-ാം വാക്യം തൊട്ട് അല്ലെങ്കിൽ 6-ാം അധ്യായം തൊട്ട് പറയുന്നത് ഈ വചനങ്ങൾ എപ്പോഴും നിന്റെ ഹൃദയത്തിലിരിക്കണം. ഏത് വചനങ്ങളാ? കൽപ്പനകളാ? ഈ 10 കൽപ്പനകൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഓക്കെ, അത് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? അതെന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തനം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞിട്ടില്ല, ഇത് 101 ആവർത്തിച്ചതാ, ഇത് എണ്ണയും കുഴപ്പമൊക്കെ. ഇതെന്താ ആവർത്തിക്കുക? ആവർത്തനം എന്താ? വീണ്ടും വീണ്ടും പറയാം അല്ലേ? അങ്ങനെയാണ് ഇത് ആവർത്തന പുസ്തകം. അപ്പോൾ ആവർത്തന പുസ്തകമാണ്. ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെക്കുറിച്ച് എവിടെയോ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണ്. അതെവിടെയാണ്? ചുരുക്കം ചോദ്യം എങ്ങനെയാണ്? നേരിട്ട് ചോദ്യം എങ്ങനെയാണ്? കൽപ്പനകൾ ആദ്യമായി വേദപുസ്തകത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് ചോദിക്കുന്നതിന് പകരമാണ് ഞാൻ വളച്ചു ചുറ്റിച്ച് ചോദിച്ചു. നിങ്ങളെ ഒന്ന് ചുറ്റിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ. ഓക്കെ, എവിടെയാ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വിശുദ്ധ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് എന്ത് ചെയ്തു? ലഭിച്ചു. ആ കൽപ്പനകളെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ അതേ മോശ തന്നെ എന്ത് ചെയ്യുന്നു? ആവർത്തിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ കേട്ട ജനമല്ല, ആവർത്തന പുസ്തകത്തിൽ മോശ വീണ്ടും കൽപ്പന പറയുമ്പോൾ ഉള്ള ജനം. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്, ആവർത്തനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ തലമുറയെല്ലാം എന്ത് ചെയ്തു? അവരെല്ലാം മരിച്ചു പോയല്ലേ? 40 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ആവർത്തനം വരുന്നത്. ആവർത്തനം വരുമ്പോൾ ആവർത്തിച്ച് പറയുന്ന സമയത്ത് ഇസ്രായേൽ മക്കളിൽ ആദ്യകാലത്തെ കൽപ്പന കേട്ട ആളുകൾ എന്ത് ചെയ്യുന്നില്ല? അവിടെ ഇല്ല. അതുകൊണ്ട് വീണ്ടും പുത്തൻ തലമുറയോട് മോശ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് വീണ്ടും പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. ഒരുപക്ഷെ അത് നമുക്ക് വേണ്ടി എന്ന് വേണേൽ നമുക്ക് പറയാം അല്ലേ? നമുക്ക് വേണ്ടി അത് വീണ്ടും ആവർത്തിച്ച് പറയാണ്. അതുതന്നെയാണ് കർത്താവ് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും പറയുന്നത്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന 10 കൽപ്പനകൾ എന്ന് നമ്മൾ പഠിക്കുന്ന കൽപ്പനകളാണ്. ഓക്കെ, നമ്മൾ സ്ഥിരീകരണത്തിനായിട്ടാണ് വന്നിരിക്കുന്നതാണ് പറഞ്ഞല്ലേ? ഓക്കെ, സ്ഥിരീകരണവും 10 കൽപ്പനയായിട്ട് എന്താണ് ബന്ധം? സ്ഥിരീകരണവും 10 കൽപ്പനയായിട്ട് എന്താണ് ബന്ധം? അല്ല, എന്തായിരിക്കും? സ്ഥിരീകരണം 10 കൽപ്പനയായിട്ട് എന്തായിരിക്കും ബന്ധം? ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? എങ്ങനെയാണ് നിങ്ങൾ നടന്നു വന്നോ, ബസ്സിന് വന്നോ, കാറിന് വന്നോ? നല്ല ചോദ്യം. എങ്ങനെയാണ് നിങ്ങളിവിടെ വരാൻ ഇടയായി? ഓക്കെ, ഈ കുട്ടികളുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവരെന്ന് കൈവയ്ക്കുക. മാതാപിതാക്കന്മാർ ആരാണ് സംബന്ധിക്കുന്നവർക്കൊന്ന് കൈവക്കാം. ഓക്കെ, എല്ലാം കൂടെ കൂട്ടിയാൽ 40 എത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, പോട്ടെ. ജ്ഞാനമാതാപിതാക്കന്മാരെന്ന് കൈവയ്ക്കുക. ജ്ഞാനമാതാപിതാക്കന്മാർ, തലതൊട്ടപ്പന്മാർ, സാക്ഷികൾ. ഓക്കെ, സാധാരണ ഇതിൽ അവർ 3 ഇരട്ടി വരേണ്ടതാണ്. ഇതിൻ്റെ വളരെ കുറച്ച് പേരെ കയ്യേ കാണുന്നുള്ളൂ. എന്ത് വായിക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഇന്നേക്ക് നമ്മുടെ സ്ഥിരീകരണം 14-ാമത്തെ വയസ്സിലാണ് എന്ത് ചെയ്യാനുള്ള പിള്ളേരെ സ്ഥിരീകരണ ക്ലാസ്സിൽ ചേർക്കണം. 14-ാമത്തെ വയസ്സിൽ 14 വയസ്സ് തൊട്ട് 14, 15, 16 വയസ്സുകൾ എന്ത് ചെയ്യും? ഈ സ്ഥിരീകരണ ശുശ്രൂഷ നടത്തപ്പെടും. ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ പ്രത്യേകമായി കൊടുത്തതിന് ശേഷം സ്ഥിരീകരണ ശുശ്രൂഷ നടത്തും. സ്നാനം നമ്മൾ സാധാരണ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച്, രീതി അനുസരിച്ച് ദൈവം മക്കളെ തരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരെ വളരെ ചെറുപ്പത്തിലെ സ്നാനം കൊടുക്കും. അതാണ് ശിശു സ്നാനം എന്ന് പറയും. സ്നാനം കൊടുത്തതിന് ശേഷം 14 വർഷം കഴിഞ്ഞു അവർക്ക് 14-15 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരെ വീണ്ടും എന്ത് ചെയ്യുന്നു? പ്രത്യേകമായൊരു ഉദ്ദേശത്തോടെ അവരെ എന്ത് ചെയ്യുന്നുണ്ട്? ദേവാലയത്തിലേക്ക് അവർ വരികയാണ്. ആ വരുമ്പോഴും അന്നുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് തത്വത്തിൽ വരേണ്ടത്. അന്ന് മാതാപിതാക്കന്മാരുണ്ടായിരുന്നു, ജ്ഞാനമാതാപിതാക്കന്മാരും സ്നാന സമയത്തുണ്ടായിരുന്നു. ഇന്നും ആരെല്ലാം ഉണ്ട്?
നിങ്ങളോട് കൂടെ മാതാപിതാക്കന്മാരും കാണണം, ജ്ഞാനമാതാപിതാക്കന്മാരും കാണണം. മനസ്സിലായല്ലോ? ഇനി ആരെങ്കിലും ജ്ഞാനമാതാവായി പിതാവായി നിൽക്കണം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യമാണ്, അന്ന് മാത്രം നിന്നാൽ പോരാ. അവർക്ക് 14 വയസ്സായി, അവർ സ്ഥിരീകരണം കഴിയുന്ന സമയം വരെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അവരോടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് അത് ഓർത്തോണ്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഇന്ന് സാക്ഷികളായിട്ട് നിൽക്കാൻ, സ്നാനത്തിന് സാക്ഷികളായിട്ട് അല്ലെങ്കിൽ ജ്ഞാന മാതാപിതാക്കന്മാരായിട്ട് നിൽപ്പാനായിട്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന അതേ ആളുകൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാർ, പൈതൽ മാതാപിതാക്കന്മാർ, ജ്ഞാനമാതാപിതാക്കന്മാർ, ബാക്കിയുള്ള ശുശ്രൂഷകർ ഒരുപക്ഷെ എന്ത് ചെയ്യും? ആ കാലഘട്ടത്തിൽ മാറിപ്പോയേക്കാം. അപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്യാണ്? ഇവിടെ കൊണ്ടുവരിക. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ അവർ വരാനൊരു കാരണമുണ്ട്. നിങ്ങളുടെ സ്ഥിരീകരണമാണ് അവർ ഇവിടെ വരാനുള്ള കാരണം. സ്ഥിരീകരണത്തിൽ വരുന്നു പറഞ്ഞാൽ നിങ്ങളെ സ്ഥിരീകരിക്കണം എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്, അവർ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. അന്ന് സ്നാന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നതാണ് എന്ത്? വളരെ മർമ്മപ്രധാനമായിട്ടുള്ള സംഗതിയാണ്. നിങ്ങളെ സ്ഥിരീകരിപ്പാനായിട്ട് എന്ത് ചെയ്യും? സ്ഥിരീകരിപ്പാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുവരും. എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എപ്പിസ്കോപ്പ ബിഷപ്പ്. ഇപ്പോൾ സാധാരണ പറയുന്നത് ബിഷപ്പിൻ്റെ അടുത്ത് സ്ഥിരീകരിക്കാനായിട്ട് കൊണ്ട്. അങ്ങനെയാണ് നിങ്ങളിവിടെ കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ തലമേൽ കൈവച്ച് എന്ത് ചെയ്യും? കൃത്യമായ പ്രാർത്ഥന, ചില ചോദ്യങ്ങൾ, അതിന് ശേഷം കൃത്യമായ പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ നിങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് അവർ ഇങ്ങനെ സ്ഥിരീകരിക്കാനായിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സമ്മതിച്ചാണ് ആ മാതാപിതാക്കന്മാരും ജ്ഞാനമാതാപിതാക്കന്മാരും പോയത്. സ്ഥിരീകരണ ക്ലാസ്സിൽ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട്? സ്ഥിരീകരണ ക്ലാസ്സിൽ പങ്കെടുത്തവരെന്ന് കേൾപ്പിക്കുക. സ്ഥിരീകരണ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളവർ എവിടെയാണെങ്കിലും ഓക്കെ. സ്ഥിരീകരണത്തിൻ്റെ ഒരു 3 ക്ലാസ്സിലെങ്കിലും പങ്കെടുത്തവരെന്ന് കേൾപ്പിക്കുക. സ്ഥിരീകരണത്തിൻ്റെ 3 ക്ലാസ്സിലെങ്കിലും പങ്കെടുത്തവർ 3 എങ്കിലും, 3ഓ അതിലധികമോ? സ്ഥിരീകരണത്തിൻ്റെ 3ഓ അതിലധികമോ ക്ലാസ്സിൽ പങ്കെടുത്തവർ ഓക്കെ. ഏതായാലും സ്ഥിരീകരണത്തിൻ്റെ ക്ലാസ്സിലൊന്നും പങ്കെടുത്തില്ല, ആ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്, സ്ഥിരീകരണത്തിൻ്റെ പാഠങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടെന്നും അങ്ങനെയുള്ളവർ ഉപയോഗിക്കുക 2-3 പേര്. ഓക്കെ. എന്നിരുന്ന എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ചൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട് പറ്റത്തില്ല. ഓക്കെ, ഇതിൻ്റെ ആ നാൾ വഴി ഞാനൊന്ന് പറയാം. നാൾ വഴി ഇങ്ങനെയാണ്. നിങ്ങൾ വളരെ ചെറുതായിരുന്ന പ്രായമുള്ളവരെ ഇപ്പോൾ തൽക്കാലം നിൽക്കട്ടെ. നിങ്ങൾ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് നിങ്ങളുണ്ടായി ജനിച്ചതിന് ശേഷം നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളെ എന്ത് ചെയ്തു? ദേവാലയത്തിൽ വിശുദ്ധ സ്നാനത്തിനായിട്ട് കൊണ്ടുവന്നു. വിശുദ്ധ സ്നാനത്തിനായിട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങളുടെ കൂടെ മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ ജ്ഞാനമാതാപിതാക്കന്മാരും ഉണ്ടായിരുന്നു. ആൺകുട്ടികളാണെങ്കിൽ 2 ആണും ഒരു 2 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് സാക്ഷികളായിട്ട് നിൽക്കേണ്ടത്. പെൺകുട്ടികളാണെങ്കിൽ 2 സ്ത്രീകളും 1 പുരുഷനുമാണ് എന്ത് ചെയ്യുന്നത്? മാതാപിതാക്കന്മാരെ കൂടാതെ ജ്ഞാനമാതാപിതാക്കന്മാരായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അവർ വന്നു, അന്നത്തിൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, സ്നാനം നടത്തണമെന്ന്. സ്നാനം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉറപ്പിച്ചു. നിങ്ങളെ അന്ന് കയ്യിലെടുത്ത് ഇവിടെ കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ വന്നപ്പോൾ നിങ്ങൾ സാധാരണ ഒരു പൈതൽ, ഒരു കുഞ്ഞാൻ, സാധാരണ ഒരു മനുഷ്യ കുഞ്ഞായിരുന്നു നിങ്ങളിവിടെ വന്നപ്പോൾ. നിങ്ങളെ സ്നാനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായിത്തീർന്നു? ഉറക്കെ പറഞ്ഞു. ദൈവത്തിൻ്റെ പൈതലായി തീർന്നു. പിന്നെ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നു. പിന്നെ പേര് ലഭിച്ചു. ഓക്കെ, മിശിഹായുടെ ശരീരമാകുന്ന സഭയിലെ അല്ലെങ്കിൽ അതൊരു അവയവമായി തീർന്നു, അംഗമായി തീർന്നു. ഓക്കെ, കുറച്ച് പേരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ അന്നിവിടെ വന്നപ്പോൾ ലോകത്തിലൊരു സാധാരണ ഒരു മനുഷ്യ കുഞ്ഞായിരുന്നു. നിങ്ങൾ സ്നാനം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ആരായിത്തീർന്നു? ദൈവ പൈതലായിത്തീർന്നു. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. സാധാരണ ഒരു കുഞ്ഞ് ദൈവ പൈതലായിത്തീർന്നു, സാധാരണ ഒരു പൈതൽ ദൈവ പൈതലായിട്ട് തീർന്നു. അതാണ് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ പദവി. ഇപ്പോൾ നിങ്ങൾ ദൈവ പൈതലായി തീർന്നു. വളരെ ചെറുപ്പത്തിൽ നിങ്ങൾ ആരായി തീർന്നു? ദൈവ പൈതലായി തീർന്നു. നിങ്ങളെ അവിടുന്ന് സ്നാനം കഴിഞ്ഞൊരു സാധാരണഗതിയിലെ സ്നാനം പ്രധാന വാതിലിൻ്റെ അവിടെയാണ്. അവിടുന്ന് ചില പള്ളികളിൽ ഈ നടുഭാഗത്ത് വെച്ച് സ്നാനം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പതിവയുടെ അടുത്ത് സ്നാനം ചെയ്യാറുണ്ട്. അവിടുന്ന് ഇവിടെ വന്ന് അച്ഛൻ കുഞ്ഞിനെ എന്ത് ചെയ്തു? കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് കർത്തൃമേശയെ കൊണ്ടുപോയി മേശ വെച്ച് അവിടെ സമർപ്പിച്ചു, അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഇതേത് പൈതലാണ്? ദൈവ പൈതൽ. ദൈവ പൈതലിനെ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ
സമർപ്പിച്ചു. എന്നിട്ട് തിരികെ എന്ത് ചെയ്തു? ഈ കൊച്ചിനെ അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്തു? മാതാപിതാക്കന്മാരെ തിരികെ കൊടുത്തു. അവർ തിരികെ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തണം. ശ്രദ്ധിക്കണം, സാധാരണ ഒരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെ ദൈവാലയത്തിന് സമർപ്പിച്ചു, ദൈവത്തിനായിട്ട് സമർപ്പിച്ചു. ദൈവത്തിനായിട്ട് സമർപ്പിച്ചപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് പോകുമോ? ചോദ്യം. പ്രായമുള്ളവർക്കും പറയാം. ദൈവാലയത്തിൽ സ്തോത്രകാഴ്ച ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തുകൊണ്ട് പോകുമോ? ഇല്ല. ഒരു കുപ്പി പാല് കൊണ്ടുവന്ന് സമർപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തുകൊണ്ട് പോകുമോ? ഇല്ല. ഒരു ആട്ടുകുഞ്ഞിനെയോ ഒരു കന്നാലി കുഞ്ഞിനെയോ കൊണ്ടുവന്ന് നമ്മൾ സമർപ്പിച്ചതിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? കൊണ്ടുപോകാം. അതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ട് അല്ലേ? അതിന് ഈക്വലായിട്ടുള്ള സംഗതികൾ എന്ത് ചെയ്യണം? ഇവിടെ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു. നിങ്ങൾ ആരായി തീർന്നു? ദൈവത്തിൻ്റെ ഭാഗ്യമായി തീർന്നു. പക്ഷേ നിങ്ങളെ വളർത്താൻ വേണ്ടി എന്ത് ചെയ്തു? നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ തന്നുവിട്ടു. ഓർത്തണം, നിങ്ങൾ ദൈവവൈതലാണ്. ദൈവാലയത്തിലാണ് ഇരിക്കേണ്ടത്. ഇവിടെ സമർപ്പിച്ചതാണ്. ആ സമർപ്പിച്ച കൊച്ചിനെ എന്ത് ചെയ്തു? വളർത്താൻ വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കൈ തന്നുവിട്ടു. എന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പൊന്നുപോലെ നോക്കിക്കോണം. പൊന്നുപോലെ നോക്കിക്കോണം. ഇത് ഏത് കൊച്ചാ? ഇത് ദൈവപൈതലാണ്. അപ്പം ദൈവപൈതലിന് ആ ദൈവപൈതൽ എന്നുള്ള നിലയിൽ ഈ കൊച്ചിനെ വളർത്തണം. ദൈവപൈതൽ എന്നുള്ള നിലയിൽ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? നിങ്ങൾ വളർത്തണം. നിങ്ങളുടെ ഏതെങ്കിലും പ്രവൃത്തി മൂലം, സംസാരം മൂലം, ഇടപെടലുകൾ മൂലം ഈ കൊച്ച് ഒരിക്കലും എന്ത് ചെയ്യരുത്? ദൈവഭാഗത്ത് നിന്ന് അകന്നു പോകാൻ ഇടയായി തീരരുത്. ഒരു ചീത്തത്തരം, ഒരു മോശമായ കാര്യം ഈ പൈതൽ അറിയരുത്, കാണരുത്. അതുകൊണ്ട് ഈ കൊച്ചിൻ്റെ മുമ്പ് വെച്ച് എന്ത് ചെയ്യണം? നല്ല വാക്കുകൾ മാത്രമേ സംസാരിക്കാവൂ. അത് എത്ര കുഞ്ഞാണേലും എന്ത് ചെയ്യണം? നല്ല വാക്കുകൾ മാത്രമേ സംസാരിക്കൂ. ഒച്ചയും ബഹളവും നിങ്ങൾ തമ്മിൽ ഈ കൊച്ചിൻ്റെ കാങ്ക എന്ത് ചെയ്യരുത്? കൂടരുത്. ഈ കൊച്ചിനെ എന്ത് ചെയ്യരുത്? ഈ കൊച്ചിന് ദോഷം വരുന്ന രീതിയിൽ കൊച്ചിനെ ഉപദ്രവിക്കരുത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം. എന്നാ പഠിപ്പിക്കണം? കർത്താവിൻ്റെ പ്രാർത്ഥന. കർത്താവിൻ്റെ പ്രാർത്ഥന അറിയാവുന്നവർ ഒന്ന് കൈവയ്ക്കേ. കർത്താവിൻ്റെ പ്രാർത്ഥന അറിയാവുന്നവർ അറിയത്തില്ല? കർത്താവിൻ്റെ പറഞ്ഞ ലോർഡ്സ് പ്രേയർ അറിയാമോ? അറിയത്തില്ല? ഓക്കെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനുള്ള പ്രാർത്ഥന അറിയാമോ? അറിയത്തില്ല? ശ്രീകരണത്തിന് ഒന്ന് അല്ലേ? ശ്രീകരണത്തിനുള്ള പേര് വായിച്ചതല്ലേ? ഓക്കെ. ഓക്കെ. ഒന്നാമത് എന്ത് ചെയ്യണം? കൈതാത്തിട്ടോ. ഒന്നാമത് എന്ത് ചെയ്യണം? കർത്താവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഈ കൊച്ചിനെ പഠിപ്പിക്കണം. രണ്ടാമത് 10 കൽപ്പന ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. 10 കൽപ്പന ഈ കൊച്ചിനെ പഠിപ്പിക്കണം. 10 കൽപ്പന ഇപ്പം നമ്മൾ വായിച്ചതാണ് അല്ലേ? നമ്മുടെ മാതാപിതാക്കന്മാരുടെയൊക്കെയും സഭയുടെ ആകമാനോടൊരു വിശ്വാസം 10 കൽപ്പനയൊക്കെ എന്നാ പഠിക്കേണ്ടെന്നാ? സ്ത്രീധന ക്ലാസ്സിന് പോകുമ്പോൾ പഠിച്ചാൽ മതി എന്നാണ് വിചാരം. അല്ലല്ല, സ്ത്രീധന ക്ലാസ്സിൽ പോകുമ്പോൾ പഠിക്കേണ്ടതല്ല. അവർ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരേണ്ടതാണ്. മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ് ഇത്. അവരെ കൽപ്പന പഠിപ്പിക്കുക എന്നുള്ളത്. വീട്ടിൽ വെച്ച് അവരത് പഠിക്കണം. എപ്പോൾ പഠിക്കണം? വളരെ ചെറുപ്പത്തിലേ പഠിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥന അവർ ആദ്യം ചൊല്ലേണ്ടത് ഏതാണ്? കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത്. അത് ചൊല്ലി പഠിക്കണം. അതിന് ശേഷമേ വേറൊരു പ്രാർത്ഥന അവരുടെ മനസ്സിൽ വരാവൂ. അതാണ് അതിൻ്റെ പ്രമാണം. കൽപ്പനകൾ എന്ത് ചെയ്യണം? കൽപ്പനകൾ അവരെ പഠിപ്പിക്കണം. 10 കൽപ്പന. പിന്നെ വിശ്വാസ പ്രമാണം എത്രയുണ്ട്? എത്ര വിശ്വാസ പ്രമാണം നമുക്കുള്ളത്? ഏതെല്ലാം? അപ്പോസ്തല വിശ്വാസ പ്രമാണം, നിക്കാ വിശ്വാസ പ്രമാണം, അത്താനോസിൻ്റെ വിശ്വാസ പ്രമാണം. ഓക്കെ. സാധാരണ നമ്മൾ എത്ര വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്? 2. ഏതെല്ലാം? ഓക്കെ. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം, നിക്കാ വിശ്വാസം. എങ്ങനെയാണ് വന്നത്? എന്തായിരിക്കും പേര് വന്ന് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. ഒരു കാര്യം പറയാം എന്നോട് ചേർത്ത്. നിക്കാ വിശ്വാസ പ്രമാണം ഇടയ്ക്കുള്ള വിശ്വാസ പ്രമാണം എന്ന് പറയാം. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം ചെറുതാണ്. നിക്കാ വിശ്വാസ പ്രമാണം ഇച്ചിരിയോടെ വലുതാണ്. അത്താനോസിൻ്റെ വിശ്വാസ പ്രമാണം വളരെ വലിയ വിശ്വാസ പ്രമാണമാണ്. സാധാരണ തൃത്വ ഞായറാഴ്ചകളിൽ എന്ത് ചെയ്യാറുണ്ട്? പഴയ കാലങ്ങളിൽ ആരാധനയിൽ അത് ഉപയോഗിച്ച് വന്നിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാം സമയം ചുരുക്കം ഉള്ള ആൾക്കാരായതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത്താനോസിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലാനോ പഠിക്കാനോ വായിക്കാനോ നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഏറ്റവും ചുരുക്കിയത് കമ്മ്യൂണിയൻ ഉണ്ടെങ്കിൽ നിക്കാ വിശ്വാസ പ്രമാണം എടുക്കണം, ഇല്ലെങ്കിൽ അപ്പോസ്തലിക വിശ്വാസ പ്രമാണം തന്നെയാണ് ചൊല്ലുന്നത്. ഓക്കെ. നിക്കാ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്ത് വിശ്വാസ പ്രമാണമാണ്? കുട്ടികൾക്ക് ആർക്കെങ്കിലും പറയാം?
ഈ 2025 എന്ന് പറയുന്ന വർഷം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേകത എന്താണ്? നഴിയ നിക്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സഭയുടെ ആദ്യത്തെ സുന്നകദോസ് കൂടി അന്ന് രൂപീകരിച്ചതാണ് ആ ഒരു വിശ്വാസ പ്രമാണം. അതായത് സഭയിൽ ദുരുപദേശങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ അതിനെ അതിജീവിപ്പാൻ, സഭാമക്കളെ ദുരുപദേശത്തിന് എതിരായിട്ട് നിൽപ്പാനായിട്ട്, സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാനായിട്ട് പഠിപ്പിച്ച അന്ന് ക്രോഡീകരിച്ചതാണ് നിക്കായ സുന്നകദോസിൽ ക്രോഡീകരിച്ച വിശ്വാസ പ്രമാണമാണ് ഏത്? നിക്കായ വിശ്വാസ പ്രമാണം എന്ന് അറിയപ്പെടുന്നത് നൈസിൻ ക്രീഡ് എന്ന് അറിയപ്പെടുന്നു. അത് രൂപീകരിച്ചിട്ട് ഇന്ന് 1700 വർഷമാണ്. ഇത് 1700-ാം വാർഷികമാണ്. 1700-ാം വാർഷികമാണ്. ഇപ്പോൾ അത് ലോകം എമ്പാടും ഈ നൈസിൻ ക്രീഡിൻ്റെ 1700-ാം വാർഷികം കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് തുർക്കി എന്ന് പറയുന്ന പ്രദേശത്താണ് നിക്യ എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത്. അവിടുന്ന് പിന്നെ മറ്റ് പല സ്ഥലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ ഈ വർഷത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, ഈ 3 വിശ്വാസ പ്രമാണം, 3 വിശ്വാസ പ്രമാണത്തിൽ 2 അറിയാവുന്നവർ കൈവയ്ക്കേ, മുഴുവനായിട്ട് 2 വിശ്വാസ പ്രമാണം അറിയാം എനിക്ക്, അന്ന് കൈവയ്ക്കേ. ചുമ്മാ തട്ടം മാറ്റിയിടാൻ വേണ്ടി നീ കൈപൊക്കരുത്. കൈപൊക്കി എങ്ങനെ ഇങ്ങനെ ഇരിക്കണം, ചെവിക്ക് മുകളിൽ എന്ത് ചെയ്യണം? കൈപൊക്കി, എന്നാലേ കൈപൊക്കി എന്ന് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, ഒരു വിശ്വാസം, ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണം അറിയാവുന്ന കൈപൊക്കിക്കേ. 2 വിശ്വാസ പ്രമാണം അറിഞ്ഞാലും കൈപൊക്കിക്കോ. ഏതെങ്കിലും ഒരെണ്ണം അറിയാവുന്ന ആൾക്കാർ. ഓക്കെ, ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം, 10 കൽപ്പന പഠിപ്പിക്കണം, പിന്നെ വിശ്വാസ പ്രമാണവും പഠിപ്പിക്കണം. പിന്നെ ഒരു പൈതൽ അവൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അറിഞ്ഞു വിശ്വസിക്കേണ്ടത് സകല സംഗതികളും എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കണം. അതിനുശേഷം സ്ഥിരീകരിപ്പാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലുവാനും നിങ്ങൾ കരുതിക്കൊള്ളണം. കേട്ടല്ലോ? അന്ന് 14 വർഷത്തിന് മുമ്പ് പറഞ്ഞു പോയതാണ് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളും ജ്ഞാനവാഹകന്മാരും. അവരെല്ലാം ഇപ്പോൾ എന്ത് ചെയ്തു? നിങ്ങളെ കൊണ്ട് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അങ്ങനെയാണ് നിങ്ങളിവിടെ വന്നത്. അതാണ് ചോദ്യം. നിങ്ങളെങ്ങനെയാണ് വന്നത്? നിങ്ങളുടെ സ്നാനത്തിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. സ്നാന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജ്ഞാനപിതാക്കന്മാർ, മാതാപിതാക്കന്മാർ ചില ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഇന്ന് നിങ്ങൾ സ്വയം ഏറ്റെടുക്കുകയാണ്. അതാണ് ദൃഢപ്പെടുത്തൽ എന്ന് പറയുന്നത്. അവർ അന്ന് ഏറ്റെടുത്ത പ്രതിജ്ഞകൾ, അവർ നിങ്ങൾക്ക് വേണ്ടി അന്ന് ഏറ്റെടുത്ത പ്രതിജ്ഞകൾ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വയം ഏറ്റെടുക്കുകയാണ്. അന്ന് അവർ പറഞ്ഞു, ഈ കൊച്ചു വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി സകല ദുർമാർഗങ്ങളും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഉപേക്ഷിക്കും. അവരെടുത്ത തീരുമാനം. അവർ വിഗ്രഹത്തെ ആരാധിക്കത്തില്ല, മറ്റ് യാതൊന്നും ചെയ്യത്തില്ല, വേറെ ആരാധനയ്ക്കൊന്നും പോകത്തില്ല എന്ന് വേണ്ട, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യങ്ങളും എന്ത് ചെയ്തില്ല? ചെയ്യത്തില്ല എന്ന് നിങ്ങൾക്ക് വേണ്ടി അവർ തീരുമാനമെടുത്തു. ഇന്ന് കുറച്ച് കഴിയുമ്പോൾ ചില ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളതെല്ലാം സ്വയം ഏറ്റെടുക്കും. ഞാൻ എന്ത് ചെയ്തില്ല, ഞാനിനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഞാൻ തോന്നിയ ദിവസം നടക്കത്തില്ല, ഞാൻ എല്ലാ ദിവസവും വേദോസം വായിക്കും, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, ഞാൻ വിശുദ്ധ സമ്പർക്കത്തിൽ മുടങ്ങാതെ പങ്കെടുക്കും, ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യും? ഞാൻ ജീവിക്കും, ഞാൻ വേറൊരു ദൈവത്തെ ആരാധിക്കാൻ പോകത്തില്ല, ഞാൻ വേറൊരിടത്ത് നേർച്ച കാഴ്ചകളിടാൻ പോകത്തില്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ല എന്നും പറഞ്ഞ് എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം എന്ത് ചെയ്യണം? സ്വയം ഏറ്റെടുത്ത് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് നിങ്ങൾ വന്ന പോലെയല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ തിരികെ പോകുന്നത്. ചില തീരുമാനങ്ങൾ എടുത്തവരായിട്ടാണ് തിരികെ പോകുന്നത്, അല്ലേ? അപ്പോൾ ദൃഢപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ചോദ്യം, ഇത് പഠിക്കാതെ വന്നാൽ എന്താണ് നിങ്ങൾ ദൃഢപ്പെട്ടിട്ടുണ്ട് പോകുന്നത്? പഠിക്കാതെ വന്നാൽ എന്താണ് നിങ്ങൾ ദൃഢപ്പെടുന്നത്? എന്താണ് നിങ്ങൾ സ്ഥിരീകരിക്കുന്നത്? എന്താണ് നിങ്ങൾ കൺഫേം ചെയ്യുന്നത്? അതുകൊണ്ടാണ് സ്ഥിരീകരണത്തിന് നിർബന്ധമായിട്ടും പറയുന്നത്, ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കും. എന്താണ് ഇവർ ഈ പറയുന്നത്, ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായുള്ള ബോധ്യം അവർക്ക് കൊടുത്തേക്കണം. ഒരുപക്ഷെ പ്രായമുള്ള ആൾക്കാർ, മുതിർന്ന സ്നാനം കഴിഞ്ഞ ആൾക്കാർ ഒരു കണ്ടേക്കാം. മുതിർന്ന സ്നാനത്തിനെക്കുറിച്ച് പ്രത്യേക ഉപദേശമുണ്ട്. മുതിർന്ന സ്നാനക്കാരെന്ത് ചെയ്യും? അവർ സ്വയം, അവർക്ക് സാക്ഷികൾ ഇല്ല, മാതാപിതാക്കന്മാർക്കില്ല. അവർ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വയം ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് സ്നാനമുള്ളൂ. അത് തമ്മിലുള്ള വ്യത്യാസം. വളരെ അതന്നേ പഠിച്ചു. അവർ
അന്നേ പഠിച്ചു. സ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? അവർ ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ച് വളരെ നല്ല പഠിപ്പിക്കൽ അവർ കിട്ടി. അങ്ങനെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? സഭയിൽ വരാവൂ എന്നാണ് വളരെ ശക്തമായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്നത്. അതിപ്പം വിവാഹ ആവശ്യത്തിന് ചേരാൻ വന്നാലും അല്ലാതുള്ള കാര്യങ്ങൾക്ക് ചേരാൻ വന്നാലും വിശ്വാസം സ്വീകരിച്ചു വന്നാലും എങ്ങനെ വന്നാലും നമ്മുടെ സഭയുടെ ഉപദേശങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തു വിശ്വാസത്തെ സംബന്ധിച്ച് ആ വരുന്ന ആൾക്കാരെ, സഭയിൽ ചേരുന്ന ആൾക്കാരെന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം എന്നുള്ളതാണ് വളരെ വളരെ ശക്തമായ താക്കീത് നിർദ്ദേശം നമ്മൾ കൊടുക്കുന്നു. അതുകൊണ്ട് പ്രായമുള്ള നിങ്ങളോട് ഞാൻ പറയാണ്, നമ്മുടെ അടുത്ത് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭവനത്തിൽ കുട്ടികൾ സ്ഥിരീകരിക്കപ്പെടുവാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്നാനപ്പെടുവാനുണ്ടെങ്കിൽ അത് നമ്മൾ ഓർത്തോണം. അവരെ എന്ത് ചെയ്യണം? പറഞ്ഞ് മനസ്സിലാക്കി ഉപദേശങ്ങൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? വരിക. ഇല്ലെങ്കിൽ നമ്മളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആലയം എന്ന് പറയുന്നത് ദൈവാലയം എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവരും അറിയാൻ വേണ്ടി പറയുക, ഇത് ദൈവാലയമാണ്. ഇവിടെ വന്ന് ഇവർ എടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യത്തിലും സഭായോഗത്തിൻ്റെ മധ്യത്തിലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് ചോദ്യം. ആ ചോദിക്കുന്ന ചോദ്യം ആര് കേൾക്കുന്നുണ്ട്? ദൈവം കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഉത്തരം ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കാരണം ആലയം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്, അല്ലേ? നമ്മളിവിടെ വന്ന് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യുമെന്നാണ് അർത്ഥം. അതിന് വേറെ വ്യാഖ്യാനം ആവശ്യമില്ല. കൽപ്പന വായിച്ചു അല്ലേ? എൻ്റെ അപ്പനമ്മയും ബഹുമാനിക്കണം, അപ്പനമ്മയും ബഹുമാനിക്കണം. എന്നാ പറഞ്ഞു പ്രതിവാക്യം? എന്താ പറഞ്ഞേ? ദൈവമേ ഈ കൽപ്പനയെ കാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണക്കണമേ. ഓർത്തു നോക്കി, ഇന്ന് പത്രമാധ്യമങ്ങൾ വായിച്ചാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഒരുപക്ഷെ ഒരു കാലത്ത് നമ്മുടെ സഭകളിൽ സഭാമക്കളെ അങ്ങനെ കണ്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് നമ്മുടെ സഭകളിലും CSI സഭകളിലുള്ള സഭാമക്കളിലും ചില ആൾക്കാരെന്ത് ചെയ്യുന്നു? അങ്ങനെ തെറ്റിപ്പോകുന്നു. ചിലർ ഭയങ്കരമായുള്ള വഴക്കുണ്ടാക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, കയ്യാങ്കളി നടത്തുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വാക്കുപ്രയോഗങ്ങൾ മുഴുവനും എന്ത് ചെയ്യുന്നുണ്ട്? മാതാപിതാക്കന്മാരെ ചെയ്യുന്നു. ഇവിടെ എടുത്തേക്കുന്ന പ്രതിജ്ഞ അപ്പനെയമ്മയും ബഹുമാനിക്കും. ഇവിടെ നിങ്ങൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോവുക. ഇതുവരെ നിങ്ങളൊക്കെ ചെറുപ്പക്കാരായ പിള്ളേർ ചിലപ്പം അവർ പറയുന്നതൊക്കെ കേൾക്കാതെ പോയി കാണും. പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? അത് കേട്ടേ പറ്റൂ, അല്ലേ? കേട്ടേ പറ്റൂ, അനുസരിച്ചേ പറ്റൂ, അവരെ ശ്രദ്ധിച്ചേ പറ്റൂ. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. എന്താർത്ഥം? ശബത്ത് നാളിനെ കർത്തൃ ദിവസം എന്നുള്ളതാണ് നമ്മുടെ പഠിപ്പിക്കൽ. കർത്തൃ ദിവസത്തിൽ ആൾക്കാർ എവിടെയായിരിക്കണം? ദൈവാലയത്തിലായിരിക്കണം ആരാധന സമയത്ത്. അതിവിടെ പ്രതിജ്ഞ ചെയ്തിട്ട് പോകാൻ എല്ലാ വിശുദ്ധ ദിവസങ്ങളും എന്ത് ചെയ്യും? ഞാനിവിടെ വരുമെന്ന് പറഞ്ഞാൽ വരുമെന്നാണ് അർത്ഥം. അത് നമ്മൾ വന്നില്ലെങ്കിൽ അത് ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നു. ദൈവം കാണുന്നു. മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? മോഷണം എന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മൾ വേറെ ആരെങ്കിലും വീട്ടിൽ കയറി മോഷണം മാത്രമല്ല മോഷണം. നിങ്ങൾ നിങ്ങളുടെ പപ്പായുടെയും മമ്മിയുടെയും പപ്പായുടെ മമ്മിയുടെയൊക്കെ പേഴ്സിൽ നിന്നും പോക്കറ്റിൽ നിന്ന് കടിച്ചു മാറ്റുന്നില്ല. എന്ത് തന്നെയാണ്? എന്താ അത്? മോഷണം തന്നെയാണ്. കാരണം അവരുടെ അനുവാദമില്ല. നമുക്ക് ചോദിക്കാൻ മക്കളല്ലേ, അല്ലേ? നമ്മളിത് ധാരാളം വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. മക്കളാണ്, നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. പപ്പ വേണം, ഡാഡി വേണം, ചാച്ച, അമ്മച്ചി, എനിക്കിന്ന ആവശ്യമുണ്ട്, അല്ലേ? ചോദിക്കണം. ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? കൊടുക്കുന്നതിനും നമ്മൾ താല്പര്യമില്ലായിരിക്കണം. എല്ലാത്തിനും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു സഹായിക്കണം. വേറെ അവർക്ക് വരുമാനമില്ലല്ലോ. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യാം? വേറെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അവർ പോയേക്കാം. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. കൊല ചെയ്യരുത്, മോഹിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, ധാരാളം കൽപ്പനകൾ എന്ത് ചെയ്യുന്നു പറയും. എല്ലാത്തിനും നമ്മൾ ഉത്തരം പറഞ്ഞു, അല്ലേ? ഓക്കെ, ഇത് ചെയ്ത് നമ്മളത് പറഞ്ഞു പോവുകയാണ്. പറഞ്ഞിട്ട് തിരികെ പോവുകയാണ്, അല്ലേ? പറഞ്ഞ് തിരിച്ചു പോകുന്നത് നമ്മൾ ഓർത്തോണം. അത് ആര് കേൾക്കുന്നുണ്ട്? ദൈവം കേൾക്കും. ഈ ഞാനുൾപ്പെടെ ഇവിടെ പ്രായമുള്ള സ്ത്രീനെ കഴിഞ്ഞ് എല്ലാ ആൾക്കാരും ആ പ്രതിജ്ഞ ചെയ്തിട്ടതിന് ശേഷമാണ് പോകുന്നത്, അല്ലേ? അപ്പോൾ അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇന്നിപ്പം ഇതിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രാർത്ഥന പഠിക്കാത്തവരും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം പഠിക്കാത്തവരും 10 കൽപ്പന പഠിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. നിർബന്ധമായിട്ട് പഠിക്കണം. പഠിക്കാൻ എളുപ്പമുണ്ട്. നമ്മുടെ ആരാധന പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഒന്നൊന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് നോക്കി കർത്താവിൻ്റെ പ്രാർത്ഥനയും പല പേജിലാണ് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. വിശ്വാസ പ്രമാണമുണ്ട്, അതുപോലെ തന്നെ 10 കൽപ്പനകളും കിടപ്പുണ്ട്. അതെന്ത് ചെയ്യണം? നിങ്ങൾ നോക്കി വായിച്ച്
മനസ്സിലാക്കണം. എന്താണത് പറഞ്ഞിരിക്കുന്നത് നോക്കണം. അത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന ആവർത്തന പുസ്തകം പറഞ്ഞിരിക്കുന്നത് അത് എപ്പോഴും നിൻ്റെ മനസ്സിലിരിക്കണതാണ്, എപ്പോഴും നിൻ്റെ മനസ്സിൽ ഹൃദയത്തിലുണ്ടായിരിക്കണത്. അപ്പം കൽപ്പനകൾ നമ്മുടെ ദൈവവചനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ പ്രവൃത്തികളെല്ലാം അതിനനുസരിച്ച് രൂപപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അതിനനുസരിച്ചായിരിക്കും പ്രവർത്തനം. ഈ ലോകത്ത് നമ്മൾ കാണുന്ന വിവിധങ്ങളായ സംഗതികളെല്ലാം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് നമ്മുടെ ചെവി കൊണ്ട് കേട്ട് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചത് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ദൈവിക കൽപ്പനകൾ അതുമായിട്ട് ഒന്ന് സംവാദം നടത്തി അത് വചനങ്ങൾ ഹൃദയത്തിൽ തന്നെ ഉണ്ടെങ്കിൽ അതിന് അനുസരിച്ച ഒരു പ്രതികരണമായിരിക്കും വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിതിലെ പോകാമെന്ന് വിചാരിച്ചു, അവിടെ വന്നിവിടെ മദ്യ ഷാപ്പ് കണ്ടല്ലേ, മദ്യ ഷാപ്പ് കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹം ഒന്ന് കയറിയാലോ അല്ലേ, ഒന്ന് കയറിയാലോ എന്നൊരു ആഗ്രഹം. പക്ഷേ കൽപ്പന നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കൽപ്പനയുണ്ട്, മദ്യപാനി എന്ത് ചെയ്യത്തില്ല, മദ്യപാനി എന്ത് ചെയ്യത്തില്ല. സാറ് പറഞ്ഞ് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളൊന്ന് പറഞ്ഞേ. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. സാർ പറഞ്ഞു ശരിയാ, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പം മദ്യഷാപ്പിൻ്റെ അടുത്തോട്ട് പോകുമ്പം നമ്മൾ 2 പ്രാവശ്യം നോക്കിയില്ലേ, അതോ അന്നേരം ഇത് വരികയാണ്, ഏത് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ലല്ലോ, ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒന്ന് കയറി പൂസായാൽ എവിടെ പോകത്തില്ല, ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം എന്ത് പറയും? എന്നാൽ വേണ്ട, ഇതിനേക്കാളും നല്ലത് ഏതാണ്? ഇവിടെ ബോധമില്ലാതെ നടക്കുന്നതിനേക്കാളും നല്ലത് സുബോധത്തോടെ എവിടെ പോകുന്നതാണ്? ദൈവരാജ്യത്തിൽ പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് ശരി, ഈ സൈഡിൽ കൂടെ പോക്കണം. അതാണ് നമ്മുടെ ഹൃദയത്തിൽ വചനങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് എന്ത് ചെയ്തത്, നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം അതുമായിട്ടൊരു സംവാദം നമ്മുടെ ഹൃദയത്തിൽ നടക്കും. മനസ്സിലായല്ലോ? അതെല്ലാ സംഗതികൾക്കകത്തുണ്ട്, എല്ലാ കൽപ്പനകളിലും അത് ബാധകമാണ്. അപ്പോൾ നമ്മൾ നോക്കണം. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും വേദോസം വായിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിനെ നമുക്ക് എതിരിടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ആവർത്തന പുസ്തകം മോശ പറയുമ്പോൾ, അതിൻ്റെ കൽപ്പനകൾ പറയുമ്പോൾ, ഇത് നീ എപ്പോഴും എന്ത് ചെയ്യണം, നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം, എപ്പോഴും നിൻ്റെ ഹൃദയത്തിലിരിക്കണം. അത് ഇരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, എല്ലാ സമയത്തും എന്ത് ചെയ്യണം, അതിനനുസരിച്ച് വേണം. പിന്നെ വീടിൻ്റെ കട്ടളപ്പടി മേലെ എന്ത് ചെയ്യണം, അത് എഴുതണം എന്നൊക്കെ അവിടെ എഴുതിക്കുക. നീ കയറി വരുമ്പോൾ അത് കാണണം, നീ ഇറങ്ങിപ്പോകുമ്പോൾ എന്ത് ചെയ്യണം, ഈ കൽപ്പന കാണണം. അത് വിട്ട് എന്ത് ചെയ്യരുത്, നടക്കരുത് എന്നാണ് അതിനകത്തെ അർത്ഥം. ഓക്കെ, അപ്പോൾ അത് അത്രയും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. എന്നോട് പറഞ്ഞു ഒന്നുകൂടെ, നമ്മൾ ഹെസ്കേൽ പ്രവചനമാണ് പിന്നീട് വായിച്ചതല്ലേ. ഹെസ്കേൽ പ്രവചനം നമ്മൾ വായിക്കും മാറ്റാത്ത കാണാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു, ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം വിട്ട് അവർ പോയി, ആലയം വിട്ടു പോയി, ഉപേക്ഷിച്ചു. ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ വന്നു, അവരുടെ സ്വന്തം നാടും വീടും വിട്ട് അവർക്ക് പോകേണ്ടി വന്നു. ആലയം എന്ത് ചെയ്തു, ആലയം അഗ്നിക്കിരയായി പോയി എന്നൊക്കെ ഇത് വായിക്കും. അതിനെക്കുറിച്ച് പറയുന്നത് അവർ ദൈവത്തിന് അകന്നു പോയി എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കാരണം ഹെസ്കേൽ പ്രവചനം വീണ്ടും പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിച്ച ആ വേദഭാഗത്തിൽ അത് വളരെ വ്യക്തമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ കൽപ്പനകൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും, എഴുതും, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും എന്നാണ്. മാംസളമായ ഹൃദയം തരും, നിങ്ങളുടെ കല്ലായ ഹൃദയം നീക്കി മാംസളമായ ഹൃദയം തരും എന്ന് പറഞ്ഞിരിക്കുന്നു. അതെല്ലാം നമ്മളൊന്ന് ചേർത്ത് വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വചനം വായിക്കുമ്പോൾ ഇതിനോട് അനുബന്ധിച്ച് ചേർത്ത് നമ്മൾ വായിക്കണം അല്ലേ. അവരുടെ ഹൃദയം എന്തായിരുന്നു, കൽപ്പനകൾ വിട്ടു നടക്കാൻ, അവർ ദൈവശിക്ഷയ്ക്ക് കാരണമായി തീരുവാൻ, പാത്രീഭൂതരായി തീരുവാൻ കാരണമായത് എന്താണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർ ഉപേക്ഷിച്ചു. അവരുടെ ഹൃദയത്തിൽ നിന്ന് അത് മാറിപ്പോയി. ഹൃദയത്തിൽ ഈ കൽപ്പന ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കല്ലിൽ എഴുതി കൊടുത്ത കൽപ്പന, ഇസ്രായേൽ മക്കൾക്ക് കല്ലിൽ എഴുതി കൊടുത്ത കൽപ്പന ഇവിടെ ഹെസ്കേൽ പ്രവാചനത്തിൽ പറയുകയാണ്, ഞാനത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും, ഹൃദയമാവുന്ന മാംസപ്പലകയിൽ എഴുതും. കൽപ്പലകയിൽ എഴുതിയിരുന്ന വചനങ്ങൾ, കൽപ്പനകൾ എവിടെ എഴുതും, മാംസപ്പലകയിൽ എഴുതും. എഴുതുക മാത്രമല്ല, ഞാൻ എൻ്റെ ആത്മാവിനെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഉള്ളിലാക്കും. എന്നിട്ട് ആത്മാവ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുമാറാക്കും. അതായത് നമ്മുടെ സ്വന്തം പരിശ്രമങ്ങളാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നമുക്ക് നടപ്പാൻ, നല്ലവരായി ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. ദൈവത്തിലുള്ള അപൂർണമായുള്ള ഒരു സമർപ്പണവും അചഞ്ചലമായ ദൈവവിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ എൻ്റെ ആത്മാവിനെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഉള്ളിലാക്കും. ധാരാളം കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുണ്ട്. നമ്മളിവിടെ ഇതിൻ്റെ ഈ ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ
ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ എന്ത് ചെയ്യണം? ഈ കുഞ്ഞുങ്ങളുടെ മേൽ, ഈ മക്കളുടെ മേൽ അവരുടെ പ്രതിജ്ഞകൾ പാലിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യണം? അവരെ സഹായിക്കും. ആധാരം എന്ന് പറയുന്നത് ആദിമകാലങ്ങളിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവരുടെ അടുക്കൽ നിന്ന് ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറയുന്നവരുടെ മേൽ, കർത്താവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നവരുടെ മേൽ, യേശു രക്ഷകൻ, യേശു കർത്താവ് എന്ന് പറയുന്നവരുടെ മേൽ അവർ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് വന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാനുള്ള ഒരു മുഖാന്തരമായിട്ട് എന്ത് ചെയ്യും? നമ്മളത് കാണുന്നു. വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? വരിക, നിങ്ങളെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നും മറന്നു പോകാം. ഏതാണ്ടൊരു കാര്യമൊക്കെ മനസ്സിലായോ? ദൈവം ഇതിനെല്ലാം മുന്നമേ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് അല്ലേ? കൽപ്പന, കല്ലിൽ തന്നെ ഇരുന്ന കൽപ്പന അവരെന്ത് ചെയ്തു? നമുക്ക് വായിക്കുമ്പോൾ അറിയാം, മക്കൾക്ക് അത് ഉപദേശിച്ച് കൊടുത്തില്ല. അതുകൊണ്ട് മക്കളെന്ത് ചെയ്തു പോയി? മക്കൾ വഴിതെറ്റിപ്പോയി, ദൈവഭാഗത്ത് പോയി. ആരാധനാലയം, വളരെ മനോഹരമായ ആരാധനാലയം ഉണ്ടായിരുന്നു, അത് ശൂന്യമായി പോയി. വീണ്ടും എന്ന് പറയാണ്, വീണ്ടും നിങ്ങൾക്കത് വിട്ടു നടക്കാൻ പറ്റില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല, നിങ്ങളെ വീണ്ടും തിരികെ കൊണ്ടുവരികയാണ്. കൽപ്പന വീണ്ടും എന്ത് ചെയ്യുന്നു? എസ്കേൽ പരാജയത്തിൽ വായിക്കുമ്പോൾ നമുക്ക് വളരെ വളരെ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും അതിൻ്റെ അകത്ത് പ്രതിപാദ്യം, കൽപ്പനകൾ വിട്ടുപോയതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വായിക്കുക, കൽപ്പനകൾ എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കുക. ഓക്കെ, ഒരു കാര്യം കൂടെ എന്നോട് ബന്ധിപ്പിച്ച് പറയട്ടെ. ഇപ്പോൾ കൽപ്പന അബദ്ധത്തിൽ തെറ്റിപ്പോയി എന്നാ ചെയ്യാൻ പറ്റും? തെറ്റിപ്പോയി എന്നാ ചെയ്യാൻ പറ്റും? നമ്മളിങ്ങനെ കടയിൽ പോയ സമയത്ത്, ടൗണിൽ കൂടെ പോയപ്പോൾ ആൾക്കാരും ഇല്ലായിരുന്നു. കടയുടെ ഫ്രണ്ടിൽ കിടക്കുന്നൊരു കുറേ രൂപ കിടക്കും. നമ്മളെന്ത് ചെയ്തു? അപ്പുറം നോക്കിയിട്ട് നമ്മൾ അങ്ങ് എടുത്തു അല്ലേ? കടക്കാരൻ കട പൊട്ടിപ്പം മറന്നുപോയതാണ്, എടുത്തു. മോഷണമാണല്ലേ? മോഷണമാണ്. എന്നാ ചെയ്യാൻ പറ്റും? മോഷ്ടിച്ചു പോയി. എന്ത് ചെയ്യാം? അവർക്ക് തിരിച്ചു കൊടുക്കാം അല്ലേ? തിരിച്ചു കൊടുത്താലും മോഷണം എന്താണ്? മോഷണം തന്നെയാണ് അല്ലേ? അതും കഴിഞ്ഞ് പള്ളി വരികയാണ്. പള്ളി എങ്ങോട്ടാണ് പോകുന്നത്? പള്ളി വരുന്നതിനാണ് വിശുദ്ധ സംസർഗത്തിന് വേണ്ടി വരിക അല്ലേ? വിശുദ്ധ സംസർഗത്തിന് ആരാധനയ്ക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ എന്ത് ചെയ്യുന്നത് പറഞ്ഞേ? വിശുദ്ധ സംസർഗത്തിന് വരുമ്പോൾ എന്തുണ്ട്? കർത്തമേശയ്ക്ക് വരുന്നതിന് മുമ്പ് എന്തുണ്ട്? കേട്ടില്ല? പാപസ്വീകാരം. ഇന്ന് നടന്ന കാര്യമാണ് പാപസ്വീകാരം പറയുന്നതിന് മുമ്പുണ്ട് എന്തുണ്ട്? കൽപ്പന വായിക്കുന്നുണ്ട്. എന്തിനായി കൽപ്പന വായിക്കും? ഇതിങ്ങനെ വായിക്കുകയാണ് അല്ലേ? ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഞാനല്ല അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അത് വായിച്ചപ്പോഴാണ് ഓർക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു നേർച്ച, ഒരു കുഞ്ഞു കുടുക്കിക്കകത്ത് കുറേ പൈസയൊക്കെ ഇട്ട് എന്ത് ചെയ്തു? അവിടെ കൊണ്ട് ഇട്ടേരെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു വിട്ടു. അതെന്നാ ആരാധനയാണ്? ഓക്കെ, പോയ വഴിക്ക് ആരുമില്ലാരും നോക്കിയപ്പോൾ നല്ലൊരു മനോഹരമായി അലങ്കരിച്ച മറ്റൊരു ആരാധനാലയം കണ്ടു. എന്ത് ചെയ്യുന്നു? അവിടെ പോകുന്നു, കുമ്പിടുന്നു അല്ലേ? ഏതാരാധനയാണ്? പള്ളിയിലേക്ക് പോകാൻ നോക്കിയപ്പോഴാണ് അപ്പൻ്റെ ഒരു ആഗ്രഹം അല്ലേ? എടാ എനിക്ക് സാധനം പിടിക്കുന്നു പറഞ്ഞു അല്ലേ? അപ്പനോട് എനിക്കിപ്പോൾ നേരമില്ലെന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി 2 വർത്തമാനം പറഞ്ഞിട്ട് പോന്നു. എവിടെ വന്നിരിക്കുക? പള്ളിക്ക് വന്നിരിക്കുക. ഇങ്ങോട്ട് പോകാനാ? കർത്തൃമേശയ്ക്ക് പോകാനായിട്ട് ഇരിക്കുക, തിരുവനന്തപുരത്തിന് പോകാനായിട്ട് ഇരിക്കുക. അന്നേരമാണ് എന്ത് വായിക്കുന്നത്? കൽപ്പന വായിക്കും. എല്ലാം വിശദീകരിച്ച് പറയാൻ സമയമില്ല. കൽപ്പന വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കൽപ്പനകൾ വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും നമ്മൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ എന്ത് ചെയ്യണം? ഏറ്റുപറയണം. ഓർത്തോണം, കൽപ്പന വായിക്കപ്പെടുമ്പോൾ അതിൽ ഏതെങ്കിലും ലംഘനം വന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അന്നേരം എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ചാണ്. അതാണ് സമയം മൗനമുണ്ട്. മൗന സമയത്ത് എന്ത് ചെയ്യണം? ദൈവമേ, എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞ്, എൻ്റെ അമ്മയോട് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പിന്നെ എന്ത് ചെയ്യണം? തിരികെ വീട്ടിൽ ചെന്ന് അത് പറയുകയും നമ്മൾ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യണം അല്ലേ? മോഷണം, കർത്താവേ പറ്റിപ്പോയി, ഞാനത് തിരിച്ചു കൊടുത്തേക്കാം, ക്ഷമിക്കണം. ആ കൽപ്പന വായിക്കുമ്പോൾ മോഹം, എന്തെല്ലാം കാര്യങ്ങളല്ലേ? കൽപ്പന വായിച്ചതിന് ശേഷമാണ് പാപം ഏറ്റുപറച്ചിൽ. ഓർത്തോണം, നിങ്ങളെന്ത് ചെയ്യുന്നു? നിങ്ങളിതെല്ലാം പഠിച്ചിട്ട് വരികയാണ് അല്ലേ? ഇതെല്ലാം പഠിച്ചിട്ട് ഇവിടെ ഈ കൽപ്പനയൊന്നും പഠിക്കാതെ വന്ന് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലേ? നിങ്ങളെ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ഇവിടുത്തെ അച്ഛനെ വിളിക്കുക, കേടി ദേവസ്യ അച്ഛൻ വന്നേ, നിങ്ങളുടെ ഒരു പള്ളിയിലൊരു അംഗമാണെന്നാണ് തോന്നുന്നു, അപ്പോൾ ഇന്ന പള്ളിക്കാരാന്ന് പറയുന്നത്. എന്നാ? ഏതാണ് മോഷണക്കുറ്റം?
സ്ഥിരീകരണം കഴിഞ്ഞിട്ട് പോയെന്ന് കൂടി. എന്നായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ആ കൊച്ചിൻ്റെ പ്രതികരണം? മോഷ്ടിക്കരുതെന്നുള്ള കൽപ്പന പഠിപ്പിച്ചപ്പോൾ അവനെന്ത് ചെയ്തില്ല? അന്ന് പനിയായിരുന്നു, പോയില്ല. മോഷ്ടിക്കരുതെന്ന കൽപ്പന പഠിച്ചപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ അവന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് മോഷ്ടിക്കരുതെന്നുള്ള കൽപ്പന അവൻ പഠിച്ചില്ല. ബാക്കി 9 പഠിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? മോഷണത്തിന് എന്ത് ചെയ്തു? അവനെ പിടിച്ചു. അത് കൽപ്പന അറിയാതിരിക്കരുതെന്നാണ് വേദോസം പറയുന്നത്. കൽപ്പന നമ്മൾ അറിയണം, കൽപ്പന അറിയണം, അല്ലേ? അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അനുസരിക്കാൻ പറ്റുള്ളൂ. കൽപ്പനകൾ അറിഞ്ഞാൽ മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ. റോഡ് നിയമങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അപകടമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ, വണ്ടി ഓടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? അതുകൊണ്ട് പഠിക്കുക, അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ഉത്സാഹിക്കുക. ആദ്യം പറഞ്ഞ വാക്യം ഒന്നുകൂടെ പറഞ്ഞ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം ഏതാ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നമ്മൾ ഏത് പള്ളിക്കാരാ മക്കളെ? CSI എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏത് മഹാടാക്കാരാ? ഈസ്റ്റ് കേരള മഹാടാണ്. CSI എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഫുൾ ഫോം എന്താ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. ഈ സഭയുടെ പ്രത്യേകത എന്താ? മറ്റ് സഭകളുടെ വ്യത്യാസം എന്താ? പറഞ്ഞു, വേദന എന്ന് പറഞ്ഞു. ഇതൊരു ഐക്യസഭയാണ്, അല്ലേ? ഐക്യസഭ എന്ന് പറഞ്ഞാൽ എന്താ? ഐക്യസഭ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെന്നർത്ഥം. ഒന്നല്ലായിരുന്നു, ഒന്നായതാണ്. അതാണ് ഐക്യം എന്ന് പറയുന്നത്, അല്ലേ? ഒന്നായി തീർന്ന സഭയാണ്. മറ്റുള്ള എല്ലാ സഭകളും ഒറ്റ സഭയായിട്ടിരിക്കുമ്പോൾ CSI സഭ എന്താണ്? ഒന്നായി തീർന്ന സഭയാണ്. വ്യത്യാസം മനസ്സിലാക്കണം. മറ്റെല്ലാ സഭകളും ഒറ്റ സഭകളായിട്ട് അറിയപ്പെടുമ്പോൾ CSI സഭ എന്താണ്? ഒന്നായി തീർന്ന സഭയാണ്. എത്ര പാരമ്പര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്? 4. ഏതെല്ലാം? ആംഗ്ലിക്കൻ, പ്രെസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷൻ, മെത്തഡിസ്റ്റ്. ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ വേഷഭൂഷാദികളൊക്കെ ഏത് പാരമ്പര്യത്തിൽ വരും? നേരത്തെ ലിറ്റർജിക്കൽ കളർ എന്ന് പറയുന്നത് ഏതിൻ്റെ അകത്തുള്ളതാ? അത് ആംഗ്ലിക്കൻ പാരമ്പര്യമാണ്, അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ പാരമ്പര്യമാണ്. ഓക്കെ. എപ്പിസ്കോപ്പൽ പാരമ്പര്യവും പ്രെസ്ബിറ്റേറിയൻ പാരമ്പര്യവും കോൺഗ്രിഗേഷൻ പാരമ്പര്യവും മെത്തഡിസ്റ്റ് പാരമ്പര്യവും, അല്ലെങ്കിൽ ബിഷപ്പുമാർ ഉള്ള സഭകളും ഇല്ലാത്ത സഭകളും അച്ഛന്മാരുള്ള സഭകളും ഇല്ലാത്ത സഭകളും ചേർന്നാണ് CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ഐക്യസഭ ഉണ്ടായത്. ഏതാ വർഷം? 1947 സെപ്റ്റംബർ മാസം 27. അടുത്ത മാസം അതിൻ്റെ വാർഷികം വരികയാണ്. ഓക്കെ. ഇതിന് ഈ ഐക്യത്തിലേക്ക് നയിച്ച വാക്യം ഏതാണ്? ദൈവവചനം. അതിൽ എംബ്ലത്തിൽ നമ്മുടെ ഇന്ന് പതാക ഉയർത്തില്ല, അതിൽ എംബ്ലത്തിലൊരു വാക്യം എഴുതിയിട്ടുണ്ട്. ഏതാ? ദാറ്റ് ദേ ഓൾ മേ ബി വൺ, അല്ലേ? വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 21, 23 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ, അല്ലേ? അതാണ് കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിൻ്റെ സാരം മനസ്സിലാക്കിയ സഭാഭക്തന്മാരാണ് എന്ത് ചെയ്തത്? ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് സഭകൾ ഐക്യപ്പെട്ടു പോകണം എന്ന് പറയുകയും ഐക്യശ്രമങ്ങൾ ഉണ്ടാകുകയും ചെയ്ത് നീണ്ട 16 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്തത്? കൂടിയാലോചനയ്ക്ക് ശേഷം നമ്മുടെ സഭ രൂപീകൃതമായി. അതുപോലെ മറ്റൊരു ഐക്യസഭയുണ്ട്. അതേതാണ്? ഇത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ആണെങ്കിൽ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, അല്ലേ? അത് 1970-ലാണ് സഭ രൂപീകൃതമായത്. 2 ഐക്യസഭകൾ, ഇന്ത്യൻ സഭകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അതും CSI സഭയും CNA സഭയും മാർത്തോമാ സഭയും തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോഴും ചർച്ചകൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ജോയിൻറ്റ് കൗൺസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഐക്യശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. മറന്നു പോകരുത് ആ വാക്യം. സക്രമന്റ് എത്രയാണ് നമുക്ക്? 2. ഏതെല്ലാം? സ്നാനവും തിരുവത്താഴ്, വിശുദ്ധ സംസർഗവും. ഓക്കെ. നമ്മുടെ സഭയുടെ പഠിപ്പിക്കലുകൾ, നമ്മുടെ സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം എന്താണ്? നമ്മുടെ ഉപദേശം സ്നാനം, CSI സഭയുടെ ഉപദേശം എന്നാ? സ്നാനമാണ് നമ്മുടെ? പറയാമോ? നമ്മുടെ സ്നാനം എന്താണ്? എല്ലാ സഭകൾക്കും അവരുടെ ഉപദേശങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ സഭയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളുണ്ട്. അപ്പോൾ സ്നാനത്തെക്കുറിച്ച് നമ്മുടെ പഠിപ്പിക്കൽ എന്താണ്? നമ്മുടെ സ്നാനം എന്താണ്?
എന്നാ സ്നാനം നടക്കും? അല്ലെങ്കിൽ എത്ര സ്നാനം? CSI സഭയ്ക്ക് എത്ര സ്നാനമുണ്ട്? ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, CSI സഭ വിശ്വസിക്കുന്നത് സ്നാനം 1, കർത്താവ് 1, ഒരുവൻ, സ്നാനം 1, വിശ്വാസം 1. പ്രധാന വേദോസത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. കർത്താവ് ഒരുവൻ പറഞ്ഞാൽ യേശു കർത്താവ്, ഒറ്റ കർത്താവുകൾ, വേറെ ഒരു കർത്താക്കന്മാർ നമുക്കില്ല, ഒറ്റ കർത്താവ്. പിന്നെ വിശ്വാസം 1, ഈ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം 1. പിന്നെ സ്നാനം 1. സ്നാനം 1 പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം, ഒറ്റ സ്നാനം. അത് പ്രായം അതിന് പ്രശ്നമല്ല. ഏത് പ്രായത്തിലുള്ളവർക്കും ആ സ്നാനം സ്വീകരിക്കാം. ഒരിക്കൽ മാത്രം. കുഞ്ഞായിരുന്നപ്പോൾ സ്വീകരിച്ചു തരും, പ്രായമായുള്ളപ്പോൾ സ്വീകരിച്ചു തരും. എല്ലാ സ്നാനം ഒറ്റ സ്നാനമുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉള്ള ഏക സ്നാനം. അതാണ് നമ്മുടെ സ്നാനത്തിൻ്റെ പഠിപ്പിക്കൽ എന്നും മറന്നു പോകണം. ഓക്കെ, വാക്യം ഒന്നുകൂടെ പറഞ്ഞ്, കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞ വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നു. പാപത്തിന് അടിമപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് കിടന്ന ഞങ്ങളെ അങ്ങയുടെ വിലയേറെ രക്തം നൽകി, ജീവൻ നൽകി രക്ഷിച്ചു. ഒരു കൂട്ടമായി, ഒരു വിശ്വാസ സമൂഹമായി അങ്ങ് തീർത്തല്ലോ. അത് നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്, ആ രക്ഷയുടെ സന്ദേശം ഇങ്ങ് ഈ ഭാരതത്തിലും എത്തി. ഞങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശങ്ങളിൽ വന്നു. അതെല്ലാം ഞങ്ങൾ ഓർത്തങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം വായിക്കുവാൻ ഞങ്ങൾക്ക് അക്ഷരാഭ്യാസം നൽകി. വചനം ഞങ്ങളുടെ സ്വന്തം ഭാഷകളിൽ ഞങ്ങളുടെ കൈകളിൽ തന്നു. അതിനായി സ്തോത്രം. അത് വായിച്ച് ഗ്രഹിച്ച് അങ്ങയിൽ അചഞ്ചലമായി വിശ്വസിച്ച് അങ്ങയിൽ ശരണപ്പെട്ട് മുമ്പോട്ട് പോകാൻ സഹായിക്കണം. ഇന്ന് തിരിയപ്പെടുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഞങ്ങളുടെ കരങ്ങളിൽ തരും. അവരിന്ന് അങ്ങയുടെ എടുക്കുന്ന പ്രതിജ്ഞകൾ അവരുടെ ജീവിതാവസാനം വരെ പാലിപ്പാൻ അവരെ സഹായിക്കണം. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അങ്ങയുടെ പക്ഷം ചേർന്ന് നടപ്പാൻ അവരെ സഹായിക്കണം. മാതാപിതാക്കന്മാരെ, ജ്ഞാനമാതാക്കന്മാരെ ഓർത്ത് സ്തോത്രം. അവരെ നമ്മൾ അനുഗ്രഹിക്കണം. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്തെ ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കണം. സന്തോഷമുള്ളവരായി ആനന്ദമുള്ളവരായി ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ആഹ്ലാദത്തോടെ ഞങ്ങൾ അങ്ങയുടെ ആലയം വിട്ടു പോകുവാൻ, വർദ്ധിച്ച ഉത്സാഹത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനെ കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മഹത്വം മാത്രം എടുക്കണം. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.